ഹായ് എവരി വൺ. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കൂന്തൽ അല്ലെങ്കിൽ കണവ ഫ്രൈ ആണ്. ഒരു നാടൻ റെസിപ്പിയാണിത്. അപ്പോൾ ഇതിനായിട്ട് ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ആദ്യമായിട്ട് ഒരു 500 ഗ്രാം സ്ക്വിഡ് ക്ലീൻ ചെയ്ത് ഇങ്ങനെ റൗണ്ടായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മസാലകൾ ഓരോന്നായി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഒരു 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിച്ചത്, 1/2 ടേബിൾ സ്പൂൺ പെരുംജീരകം പൊടിച്ചത്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 1 ടേബിൾ സ്പൂൺ, ആവശ്യത്തിന് ഉപ്പ്, പിന്നെ 1 ടേബിൾ സ്പൂൺ അരിപ്പൊടി. ഇത്രയാണ് മസാലകളായിട്ട് ചേർക്കുന്നത്. ഇത് നമുക്ക് കുറച്ച് വെള്ളം ചേർത്ത് നമുക്ക് നല്ലോണം ഒന്ന് മസാല പിടിപ്പിക്കണം. ഒരു സ്പൂൺ വെള്ളം ചേർത്താൽ മതി, അധികം വെള്ളം വേണ്ട. അപ്പം മസാലയൊക്കെ നല്ലോണം മാരിനേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ സ്ക്വിഡ് ഒരു 30 മിനിറ്റ്സ് മാറ്റി വയ്ക്കാം. അപ്പം നമുക്കിനി സ്ക്വിഡ് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ അതിനായിട്ട് ആദ്യം പാനിൽ കുറച്ച് വെളിച്ചെണ്ണ ചൂടാക്കി ഇനി അതിലേക്ക് നമുക്ക് കുറേ കറിവേപ്പില ഇട്ട് മൂപ്പിക്കണം. കറിവേപ്പില ഒന്ന് മൂത്ത് വരുമ്പോൾ അതിലേക്ക് നമുക്ക് നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ച സ്ക്വിഡ് ചേർത്ത് കൊടുക്കാം. ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിലാണ് ഞാനത് കുക്ക് ചെയ്യുന്നത്. ഒരു 2 മിനിറ്റ്സ്, ഇപ്പോൾ ഒരു സൈഡ് ഒരു 2 മിനിറ്റ്സ് കുക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്കത് തിരിച്ചിടാം. ടോട്ടലി ഒരു 4 to 5 മിനിറ്റ്സ് മതിയാവും ഇത് റെഡി ആവാനായിട്ട്. അപ്പോൾ നല്ല ക്രിസ്പി ആയിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള കണവ ഫ്രൈ ഇത് റെഡിയായി കഴിഞ്ഞു. ഇനി നമുക്ക് ചോറിനൂടെ കഴിക്കാൻ ഇത് വളരെ ടേസ്റ്റിയാണ്. എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കൂ, ഇഷ്ടമാവും. താങ്ക് യു.